ഇവിടെ രണ്ട് അമ്പിളി മാമൻ നല്ല രസമാണ്. അൺഫോർച്ചുനേറ്റ്ലി എന്റെ മൈലാഞ്ചി നടക്കത്തില്ല. അത് അവിടെ ഒരാളിതാ നല്ല കരിച്ചില്ല. പെരുന്നാൾ തലേന്നൊക്കെ ഇന്നോട്ടാ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് പെരുന്നാൾ തലേന്നൊക്കെയാണ്. എന്തി ഒന്നും വാങ്ങാനായില്ല. ഞാൻ പറഞ്ഞില്ലേ, മോന് പോളിയോ കൊടുത്തിട്ട് നല്ല പനിയൊക്കെ ആയിരുന്നു. ഇന്ന് ഇതാ മരുന്ന് കറക്റ്റ് കൊടുത്തുന്ന 5ാമത്തെ ദിവസം കേട്ടോ. അപ്പോൾ അതാ പനിയൊക്കെ കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു സമാധാനം. നാളെ പെരുന്നാളൊക്കെ ആയിട്ട് കൊളാവൂ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ട്യൂബൊക്കെ വാങ്ങാൻ ഞാനിതാ ഇപ്പോഴാണ്, രാത്രിയാണ് ഇറങ്ങുന്നത്. മോനെയും കൂട്ടിയിട്ടൊക്കെയാണ് ഇറങ്ങുന്നത്. പിന്നെ ഒരു ഡ്രസ്സ് മാറ്റാനൊക്കെ ഉണ്ട്. അങ്ങനെ അതെല്ലാം കൂടിയായിട്ട് കുറച്ചൊരു ഷോപ്പിംഗും ഉണ്ട്. അപ്പോൾ നമുക്ക് പോയി വരാം. ഞങ്ങളെ വീഡിയോ ഞങ്ങൾ തന്നെ ടി വി കാണിച്ചു തരണം. എനിക്ക് വയ്യ. അതാ നമ്മൾ പോവാട്ടോ. നമ്മട്ട് ഇറക്കിയുണ്ട്. പെരുന്നാൾ തലേന്ന് ഇന്നോട്ടാ പെരുന്നാൾ തലേന്ന് എന്നൊക്കെ പൊരയില് അടുങ്ങി കുത്തിരുന്നൂടെ? ഇങ്ങനെ തെണ്ടി നടക്കുക പെരുന്നാളായിട്ട്. പരമ്പരയായിട്ട് പേടിയില്ലാത്ത ആൾക്കാരാണ്. ചെറിയ പെരുന്നാള് വന്നല്ലോ, സന്തോഷമാട്ടോ. അവിടെ എന്തോ പരിപാടി ഉണ്ടല്ലോ, വരാൻ ബ്രോ. അയ്യോ, ഞങ്ങൾ വരുമ്പത്തേക്കിനാ പൂത്തിരി കത്തി തീർന്നു. അങ്ങനെ നമ്മൾ നരിക്കിന് എത്തിയിട്ടുണ്ട്. ഇവിടെ അല്ലേ ഒരു മക്കൾക്കുള്ള സാധനമൊക്കെ ഉണ്ട് ഈ ഷോപ്പിൽ. അപ്പം മോന് നമ്മൾ ഇവിടെ നിന്ന് ഒരു കുപ്പായം എടുത്തിരുന്നു കേട്ടോ, വീട്ടിൽ നിന്ന് ഇടുന്ന മോഡൽ. അത് കുറച്ച് ടൈറ്റാണ് അതിൻ്റെ കൈ. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ വേറൊരു മോഡൽ എടുക്കാണ്, കൈയില്ലാത്ത. അങ്ങനെ അതൊക്കെ വാങ്ങി. നരിക്കിന് നല്ല തിരക്കാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും പെരുന്നാൾ തലേന്നൊക്കെ നമ്മളൊക്കെ വീട്ടിലും മെഹന്തിയിടലും ആ പരിപാടിയൊക്കെ ആയിട്ട് എല്ലാവരും ഉണ്ടാവും. പക്ഷേ എല്ലാവരും ഷോപ്പിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുറച്ച് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചു പോവാണ്. എന്താണെന്നറിയില്ല, പെരുന്നാളിൻ്റെ അന്ന് ഈ തക്ബീർ മൂട് കേട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് ഞങ്ങളുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ട്യൂബ് വാങ്ങേണ്ടിയിരുന്നു. പൊതുവേ ഞാൻ ഓർഗാനിക് ഹെന്നാണ് വാങ്ങൽ. പക്ഷേ എനിക്ക് ഫീഡിങ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് ട്യൂബ് ഇട്ട് ഒഴിവാക്കണമല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്ത് ബിഗ് ബി ആണ് വാങ്ങിയത്. അങ്ങനെ അറിയോ, മിസ്റ്റർ നസ്രു എനിക്ക് മൈലാഞ്ചി ഇട്ട് തരുന്നതാണ് കാര്യോ. ഇല്ല, എനിക്കിന്ന് മൈലാഞ്ചി ഇട്ട് തരണം. ഞാൻ എല്ലാ പ്രാവശ്യവും ഞാൻ തന്നെ ആടല്ലോ. അതിനെന്താ ഒരു അമ്പിളിമാവ് വരച്ചാൽ മതി. ഇവിടെ കുത്തിരുന്നോളിതാ. ഇങ്ങനെ എനിക്ക് മൈലാഞ്ചി ഇട്ട് തരണം. ഇതിൽ 2 ഓപ്ഷൻ അങ്ങക്കുള്ളത്. ഇതിൽ ഏതും നിങ്ങൾക്ക് സ്വീകരിക്കും. നമ്പർ 1 ഇതൊക്കെ സിമ്പിൾ. അതാ ഇവിടെ 2 അമ്പിളിമാമൻ കണ്ടോ, കണ്ടോ? നല്ല രസമാണ്. നോക്കി നിങ്ങൾ എത്ര സിമ്പിൾ. പിന്നെ അതാ മയത്തുള്ളി മരുതാ 3 കുത്തുക. അതാണ്ടോ സിമ്പിൾ. ഇത് അല്ലെങ്കിൽ ഇത് പിന്നെ കുറച്ചുകൂടി ടഫ് ആവട്ടോ. എനിക്ക് ഇട്ടേ പറ്റില്ല. ഒരു വട്ടോ പിന്നെ അതിന്റെ ഉള്ളിൽ കൂടി മിന്നാമിന്നി എന്താ ഈ അമ്പിളി മാമൻ. ഇത് നിങ്ങൾക്ക് പറ്റും, നിന്നെ കൊണ്ട് സാധിക്കും. ഇനി വരി ഞാൻ കാണിച്ചെന്നില്ല വീട്ടിൽ. സത്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ പെരുന്നാളിന് നമ്മളവിടെ ആയിരുന്നു. ഞാന് ഛർദിയൊക്കെ ആയിട്ട് കട്ടുമ്മൽ നല്ല ഉറക്കായിരുന്നു. പിന്നെ എല്ലാരും മൈലാഞ്ചി ഒക്കെ ഇട്ടോ. ഈ വ്ലോഗ് വരുമ്പോ ചിലപ്പോ 2 ദിവസം കഴിയും കേട്ടോടി. ആദ്യോ അമ്പിളിമാമൻ ഇവിടെ 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 അങ്ങനെയല്ല ട്യൂബ് ഇതാക്ക്. ഇങ്ങനെ എങ്ങനെ എങ്ങനെ അങ്ങനെയല്ല മനുഷ്യ, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നെക്കാണ് വരൂല. തലേ തേച്ചാവും. അങ്ങനെ മറ്റേ ഇതിലെല്ലാം എടുക്കല്ലേ. നമുക്ക് ഓരോരുത്തർ എടുക്കാം. അപ്പൊ 2 മാസം കഴിയുമ്പോ നമുക്ക് ഫസ്റ്റ് പെരുന്നാൾ കിട്ടും. നിങ്ങളെ കൊണ്ട് പറ്റും. നല്ലോണം നോക്കിക്കോളിയേ. പറ്റൂല കൈ. അമ്പിളിമാമന് ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ല ഇങ്ങനൊക്കെ അല്ലേ ഓരോന്ന് പഠിക്കല്. ഇല്ല ആയിക്കുന്ന അമ്പിളിമാമന് ബുദ്ധി കണ്ടുപിടുത്താണ് ഈ മയത്തുള്ളി വരിക്കാന്. മെച്ചുണ്ട് ഇതൊക്കെ മെച്ചുണ്ട്. ഇതൊക്കെ
അൺഫോർച്ചുനേറ്റ്ലി എന്റെ മൈലാഞ്ചി നടക്കത്തില്ല. അത് അവിടെ ഒരാളിതാ നല്ല കരിച്ചില്ല. ഇനി ഇത് നടക്കൂല. ഞാൻ നോക്കി, പക്ഷെ കേൾക്കൂല. ഇനി ഞാൻ ഇത് അയച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാക്കാം. ഇനി അടുത്ത കലാപരിപാടി എന്താണെന്ന് വെച്ചാൽ അടുക്കളയിൽ പോയി ഇമ്മനെ എന്തെങ്കിലുമൊക്കെ സഹായിക്കണം. ഞാൻ വീഡിയോ എടുക്കലും മൈലാഞ്ചിടലും വാവന നോക്കലും എല്ലാം കൂടി ആയിട്ട് ഇമ്മേൻ്റെ അടുത്തേക്ക് പോയി നോക്കാനേ ആയില്ല. അങ്ങനെ വെളുത്തുള്ളിയൊക്കെ ആയിരുന്നു. എന്നോട് ചിക്കൻ പൊരിക്കാനുള്ള മസാല ആക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ അതൊക്കെ ആക്കി. പിന്നെ ഉമ്മ ഇവിടെ ചിക്കൻ വേവിക്കുന്നുണ്ട്. ലെഗോൺ ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ ചിക്കൻ നേരത്തെ വേവിച്ച് വെക്കണമല്ലോ, കുറച്ച് വേവുള്ളതാണല്ലോ. അങ്ങനെ മസാല കൂടെ ആക്കി. ഉമ്മ എന്താണെന്ന് വെച്ചാൽ തലേന്ന് രാത്രി ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കി വെക്കുക ചെയ്യുക മസാല. പിറ്റേന്ന് രാവിലെ ചോറും കൂടി ആക്കിയിട്ട് രാവിലെ ദമ്മിടുക പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം. പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് മൈലാഞ്ചിട്ട ആളെ പോയി നോക്കിയപ്പോൾ നല്ല TV കാണലാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അതിൻ്റെ ഇപ്പോൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ മെഹന്തി ഇടുന്നതിൻ്റെ ഇടയിൽ കൂടിയ മൈൻഡ് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ അറിയോ, ഒരാൾ മെഹന്തി കാണിക്കാൻ എടുക്കാനുള്ള ഐഡിയ ആയിരിക്കും. ഞങ്ങൾ മെഹന്തി ഇടുന്നോടത്തുനിന്ന് വാവ നല്ല കരച്ചിലും കുറ്റിച്ചേരും. സാധാരണ അങ്ങനെ കച്ചറ ഉണ്ടാക്കില്ല. ഒരു 10 മിനിറ്റ് ഒക്കെ നമുക്ക് ഇരുന്നേരും. ഇത് വീഡിയോ എടുക്കാൻ ഒരു രക്ഷയില്ല, നല്ല കരച്ചില്. പിന്നെന്ത് ചെയ്തു, മൈലാഞ്ചൊക്കെ കേകി അത് പരന്ന് എല്ലാം കോളായി. മൈലാഞ്ചി ഇടുന്നതിന് ആള് രക്ഷപ്പെട്ട്. കൊണ്ടാണ്ട് നേരം നിൽക്കണം. അപ്പോ നേരം നിൽക്ക്. നമുക്ക് അടുത്ത പെരുന്നാൾ ഇതിലും ഉഷാറായിട്ട് എടുക്കണം. നാളത്തെ വ്ളോഗ് എന്തായാലും ഇന്നത്തെ വ്ളോഗ് 3 മണിയായിപ്പോ ടൈമൊന്നും പറയില്ലേ. അപ്പൊ ഇന്നത്തെ ഈ പെരുന്നാൾ വ്ളോഗ് എന്തായാലും വേണം. അത് ഞങ്ങളെ കൊണ്ട് മാക്സിമം അടിപൊളിയായിട്ട് ഞങ്ങൾ എടുക്കും. അപ്പൊ ഇന്നത്തെ പെരുന്നാൾ തലേന്ന് ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഏതായാലും ഈ ഭാഗം കൊടാക്കിയല്ലോ, ഈ ഭാഗമെങ്കിലും എനിക്ക് നല്ല വൃത്തിയിലിടണം. ഞാൻ കുഴപ്പമൊന്നുമില്ല. 2 അമ്പിളിമാമന് 3 നക്ഷത്രവും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം. നാളെ പെരുന്നാളിന്റെ ദിവസം രാവിലെ എണീച്ചിക്കണമെങ്കിൽ നാളെ രാവിലെ മുതൽ വീഡിയോ എടുത്തിട്ട് വരാം. മറ്റന്നാള് കാണാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം.